നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ആഴ്ച പെട്ടെന്ന് 1-ാം ദിവസം നമുക്കൊരുമിച്ച് ഈ ആലയത്തിൽ കടന്നു വന്ന് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയ സാവകാശത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നതോടൊപ്പമായിട്ട് ഈ ദൈവവചനമായി നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ ദൈവമടിനെ യോഗ്യനാക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ കൃപ, ദയ, മനസ്സരിവ് അതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും പോഴുവാനില്ല. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ കടന്നു വന്നതായ സമയം മുതൽ ദൈവസാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ തന്നെ അത് അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായിക്കൊണ്ടിരിക്കുന്നല്ലോ. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്. നമ്മളൊരു പാട്ട് പാടില്ല. പാട്ടിനകത്ത് എൻ്റെ ഏറ്റവും ഒടുവിൽ പാടുന്നത് താങ്ക് യു ലോർഡ്. നീതിമാന്മാരിൽ അനർത്ഥം ഏറി വന്നാലും നീക്കിപ്പോക്ക് നൽകിയിടുന്ന ഒരു ദൈവം തന്നിൽ മാത്രം നോക്കി. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു സ്പെഷ്യൽ പാട്ടാണ്. തന്നിൽ മാത്രം നോക്കിടുന്നോ ശോഭിതരായി തീരും ആയവർ മുഖം. അതൊക്കെ ഒരു കൽപ്പനയാണ്. ദൈവവചനമാണ്. അപ്പം നമ്മൾ അത് തന്നെ വിശ്വസിക്കണം. എനിക്കില്ലോ അത് കുറച്ച് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ന്യൂജേഴ്സിയിലെ അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിനും, ഇവിടുത്തെ ഓരോ സ്റ്റേറ്റിനും ഓരോ നിയമമാണല്ലോ. അപ്പോൾ ന്യൂജേഴ്സിയിൽ സിറ്റിസൺ ആകണം നിർബന്ധമൊന്നുമില്ല VA ജോലി ചെയ്യാനായിട്ട്. ഞാനൊക്കെ കടന്നു വന്ന സമയത്ത് വന്നതിൻ്റെ 1 മാസം കഴിഞ്ഞപ്പോഴോ 2 മാസം കഴിഞ്ഞപ്പോഴോ മറ്റും ഞാനവിടെ VA ജോലിക്ക് കയറി. ആ സമയത്ത് ഇവിടെ ടെക്സസിലെ ലോ അനുസരിച്ച് സിറ്റിസൺ ആകണം. അത് ലോയാണ്. അപ്പോൾ എപ്പോഴും ലോ, അത് ദൈവവചനമാക്കുന്ന ലോ നമ്മൾ മുറുകെ പിടിക്കണം. അത് ലോയാണ്. സാധിക്കാത്തടത്ത് ഇവിടത്തെ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കത്തില്ല. അത് ലോയാണ്. അതിനപ്പുറത്തും പോകാനായിട്ട് ആർക്കും സാധിക്കും. ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ? തന്നിൽ മാത്രം നോക്കിടുന്നോ ശോഭിതരായി തീരുമെന്നുള്ള ദൈവത്തിൻ്റെ ലോയാ. നമുക്ക് വേണ്ടിയുള്ളതാ. ആയവരുടെ മുഖം ലജ്ജിക്കത്തില്ലെന്നേ, ലജ്ജിക്കത്തില്ല. ദൈവവചനം എപ്പോഴും നമ്മൾ പിടിക്കണം. നമ്മൾ ആരാണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിട്ട് ദൈവവചനം പിടിക്കുക. ദൈവവചനത്തിൽ കൂടിയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. താങ്ക് യു ലോർഡ്. ഇവിടെ വിനോദ് പാസ്റ്റർ വായിച്ചതായ സങ്കീർത്തനത്തിൻ്റെ ഒരു ഭാഗം എന്നെ പ്രത്യേകം ശ്രദ്ധിച്ചു. ഒരു വാക്യം വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 2 വാക്യം, അതിൻ്റെ 5ഉം 6ഉം വാക്യം. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാവുന്നു, നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ. മൃഗപ്രായനായ മനുഷ്യൻ അത് അറിയുന്നില്ല, മൂഢൻ അത് ഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുന്നു. ഹൗ ഗ്രേറ്റ് യുവർ വർക്ക്, ഓ ലോർഡ്, യുവർ തോട്ട് ആർ വെരി ഡീപ്പ്. The stupid man cannot know, the fool cannot understand this. Amen. Thank you Lord. എത്ര ബ്യൂട്ടിഫുള്ളാണ്. താങ്ക് യു ലോർഡ്. എത്ര ഭംഗിയായിട്ട് ദൈവത്തിൻ്റെ എന്താ പറഞ്ഞേക്കുന്നത്, ദൈവത്തിൻ്റെതായ പ്രവൃത്തികൾ എത്ര വലിയവ. അത് ആർക്ക് വലിയവയാണെന്ന് ആർക്കേ തിരിച്ചറിയാനൊക്കെ ഉള്ളൂ. ദൈവത്തിൻ്റെ ജ്ഞാനമുള്ളൊരു വ്യക്തിക്ക് മാത്രമേ അത് തിരിച്ചറിയാനൊക്കെ ഉള്ളൂ. മൂഢൻ അത് ഗ്രഹിക്കുന്നില്ല, മൂഢൻ അത് മനസ്സിലാക്കുന്നില്ല. മൃഗപ്രായൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുന്നേ? മൃഗപ്രായം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? The stupid man cannot know, the fool cannot understand. നമ്മൾ പലപ്പോഴും പലരെയും ഗ്രഹിപ്പിക്കാനൊക്കെ നോക്കും. അവർ ഒരു പക്ഷം എന്നുണ്ടെങ്കിൽ ലോകപ്രകാരം വലിയ ജ്ഞാനികളൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ദൈവത്തിൽ നിന്നുള്ളതായ ജ്ഞാനം ലഭിക്കുക എന്നുള്ളത്, ആ ജ്ഞാനവും ലോകത്തിൻ്റെ ജ്ഞാനവും വ്യത്യാസമുണ്ട്. താങ്ക് യു ലോർഡ്. പക്ഷേ ഈ ജ്ഞാനം നമുക്ക് തരുന്നതാരാ, അല്ലെ നമുക്ക് തന്നതാരാ? നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയാ, നമ്മുടെ ദൈവത്തിൻ്റെ ദാനവാ ഈ തിരിച്ചറിവ്. ഇന്നിപ്പം അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനെ കുറിച്ചൊക്കെ നമ്മളിപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന മെയിനായിട്ട് മീഡിയയിൽ കൂടെ ഒക്കെ കേൾക്കുന്ന ഒരു വാർത്തയാണ്. നമ്മളെല്ലാവരും വായിക്കുകയും നമ്മളെല്ലാം കേൾക്കുകയൊക്കെ ചെയ്യുന്ന വാർത്ത. അവിടെ നോക്കണം എത്ര സൂക്ഷ്മതയോടുകൂടിയാണ്
ശത്രുവിൻ്റെ ഓരോ പ്ലാനുകളെയും പദ്ധതികളെയും ആ ജാതി തിരിച്ചറിഞ്ഞിട്ട് ആരും ചിന്തിക്കാത്ത രീതിയിൽ, ആരും നിരൂപിക്കാത്ത രീതിയിലൊക്കെ അവരതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ആരാ ഇവർക്ക് ഈ ജ്ഞാനം കൊടുക്കുന്നത്? അതെങ്കിലും ഈ പറയുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇത് ഈ 6-ാം വാക്യത്തിൽ പറയുന്ന ആൾക്കാർക്ക് ഒന്ന് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നില്ലേ? അവർക്ക് ഒന്ന് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നില്ലേ? ആരാ അവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? അവരെല്ലാം മനുഷ്യരാണേ, അവരെല്ലാം മനുഷ്യരാ. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് എനിക്ക് തോന്നുന്നു 72-ലോ മറ്റായിരുന്നു 76-ലോ ലാസ്റ്റ് വാർ ഇസ്രയേലും അറബികളുമായിട്ടുണ്ടായിരുന്ന ആ വാറിൽ അന്ന് ഇസ്രയേലിനെ എതിരായിട്ട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ വേണ്ടി അവരെല്ലാം പ്ലാൻ ചെയ്തു. അപ്പം ഇസ്രയേൽ എന്ന് പറഞ്ഞ ചെറിയൊരു രാജ്യം, അറബ് രാഷ്ട്രങ്ങളെല്ലാം ഒരുമിച്ച് കൂടി ഇസ്രയേലിനെ ഇല്ലാതാക്കുവാനായിട്ട്. അന്ന് അവരുടെ ഒരു ഭയങ്കര ഒരു വൈരാഗ്യമായിരുന്നു ഇസ്രയേലിനോട്. ഇന്ന് അവർക്ക് കുറച്ചുകൂടെ ജ്ഞാനം വെച്ചിട്ടുണ്ട്. ഇന്ന് ദൈവം അവർക്ക് കുറച്ചുകൂടി അറിവ് കൊടുത്തു. കാര്യം അവരുടെ കയ്യിലിരിക്കുന്ന ആ പുസ്തകത്തെക്കുറിച്ച് അവർ കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അറിവ് കിട്ടി അവരെന്തിനെ ഫോളോ അപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യം. ഇന്ന് അതുകൊണ്ട് അവരുടെ പല മുല്ലമാരല്ലെങ്കിൽ ലീഡേഴ്സ് പറയുന്നത്, ഈ ഇസ്രയേൽ എന്നുള്ള രാജ്യത്ത് ഒരു ക്രിസ്ത്യാനിയോ ഒരു ഹിന്ദുവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതസ്ഥർ വന്ന് പാർത്തിരുന്നാൽ അവരിത്രമാത്രം ഒരു ശത്രുത അവരോട് കാണിക്കത്തില്ലായിരുന്നു. റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന ആ മോശപ്പെട്ടതായ കാര്യം, എല്ലാ യഹൂദനെയും കൊന്നൊടുക്കണം. ആ മനുഷ്യൻ അങ്ങനെ എഴുതി വെച്ചു. അത് അന്ധമായിട്ട് വിശ്വസിക്കുന്ന ചില ആൾക്കാരെ ഇന്ന് അവർ വായിച്ചു, അവർക്ക് അറിവ് കിട്ടുന്നു. നല്ലൊരു ശതമാനവും അതിനെ തിരിച്ചറിഞ്ഞ് സത്യദൈവത്തിലേക്ക് അവർ തിരിയുന്നു. ഓക്കെ, നമ്മളെന്താ അവിടെ നടന്നെന്താ? അന്ന് ആ നടന്നായ, അല്ലെ ഇസ്രയേലും ഈ അറബികളുമായിട്ട് നടന്നായ ആ യുദ്ധത്തിൻ്റെ സമയത്ത് ഇവരെല്ലാം പ്ലാൻ ചെയ്തു. അന്ന് ഈജിപ്തൊക്കെ വളരെ പവർഫുള്ളായിട്ട് നിൽക്കുക, വളരെ പവർഫുള്ളായിട്ട് നിന്നു. അതുപോലെ തന്നെ സിറിയ, മറ്റ് രാഷ്ട്രങ്ങൾ എല്ലാം എല്ലാം റെഡിയായിട്ട് നിൽക്കുക. ഇസ്രയേലിന് മുമ്പിൽ യാതൊരു വഴിയില്ലാതിരിക്കുക. ഇവരൊന്ന് മാത്രം ചെയ്യുന്നു, അവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വളരെ ചുരുക്കമായിട്ടുള്ളതായ ഫൈറ്റർ ജെറ്റുകളും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അവരവരുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് ആലോചന തരണം, ഞങ്ങൾക്ക് വഴി തുറക്കണം. എന്നിട്ട് ലാസ്റ്റ് മൂമെൻറ്റിൽ ദൈവം അവർക്ക് ആലോചന കൊടുത്തു. ശത്രുവിൻ്റെ റഡാർ സിസ്റ്റം കംപ്ലീറ്റ് അവർ ജാമാക്കി. കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. സിറിയയുടെ പ്രസിഡന്റിന് ഈജിപ്തിൻ്റെ പ്രസിഡന്റിനോട് സംസാരിക്കാനുള്ളതായ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നില്ല. എന്ത് ചെയ്യണം? എല്ലാം റെഡിയായിട്ട് കിടക്കുക. ഫൈറ്റർ ജെറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. യോദ്ധാക്കളെല്ലാം റെഡിയായിട്ട് നിൽക്കുന്നു. കംപ്ലീറ്റ് ഫ്രീസാക്കി. രണ്ടാമത്തെ ആലോചന, ദൈവം കൊടുക്കുന്ന ആലോചന, ഇസ്രയേലിൻ്റെ പോർ വിമാനങ്ങൾ സാധാരണ ഉയരത്തിൽ പറക്കരുത്. പറക്കാതെ ഒരു ലോ ലെവലിൽ നിൽക്കണം. ഭൂമിയിൽ നിന്ന് അധികം ഉയരാതെ ആ ഒരു ലെവലിൽ പറന്നിട്ട് ശത്രുവിൻ്റെ അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ അല്ലെങ്കിൽ സിറിയയുടെ എയർപോർട്ടുകൾ കംപ്ലീറ്റ് ഡിസ്ട്രോയ് ചെയ്യണം. ദൈവം ആലോചന കൊടുക്കുക. അപ്രകാരം ഈ 2 ആലോചനയാണ് ദൈവം അവർക്ക് ആ സമയത്ത് കൊടുത്തത്. ഈ 2 ആലോചന കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടംപോലെ ഫൈറ്റർ ജെറ്റുകളുണ്ട്. അമേരിക്കയിൽ നിന്നും റഷ്യയിൽ നിന്നൊക്കെ വാങ്ങിച്ച് ഇഷ്ടംപോലെ ഫൈറ്റർ ജെറ്റ് ആർക്കുണ്ട്? ഈ ശത്രു സൈന്യത്തിനുണ്ട്. ഈജിപ്തിനും സിറിയയ്ക്കും അല്ല മറ്റൊരു സൗദി അറേബ്യയ്ക്കും എല്ലാം ഉണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ എയർപോർട്ട് കംപ്ലീറ്റ് ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് എങ്ങനെയാണ് പൊങ്ങുന്നത്?
ഫ്ലൈറ്റിന് പൊങ്ങാനൊക്കത്തില്ല. കംപ്ലീറ്റ് എയർപോർട്ട് അങ്ങ് ആദ്യമേ ഡിസ്ട്രോയ്. എങ്ങനെ? ഫ്ലൈറ്റ് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം വളരെ ലോ ആയിട്ട് പറന്ന് അവർ റഡാർ സിസ്റ്റത്തെ കിട്ടാത്ത രീതിയിൽ ആദ്യമേ കമ്മ്യൂണിക്കേഷൻ ജാമാക്കുന്നു. പിന്നെ ഈ റഡാർ സിസ്റ്റം കാണരുത്, മുകളിൽ പൊങ്ങി ഒരു ലിമിറ്റിൽ പൊങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ഫ്ലൈറ്റിനെ കാണാൻ പറ്റുള്ളൂ. അതിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. മുകളിൽ കൂടെ പറക്കുന്നതിനെ നോക്കിയാൽ മതി, ഒരു താന്ന് പറക്കുന്നതിന് നോക്കേണ്ട കാര്യമില്ല. പക്ഷിയൊക്കെ താന്നാ പറക്കുന്നത്, നീ പക്ഷിയെ നോക്കണ്ട, നീ പക്ഷി പറക്കുന്ന രീതിയിൽ അങ്ങ് പറക്കേ, ആ ലെവലിൽ പറക്കേ. താങ്ക് യു ലോർഡ്. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലേക്ക് എന്ന് വന്നു കഴിഞ്ഞാൽ 5-6 വാക്യം എങ്ങനെയാ? ഉറക്കെ വായിക്കേ. യഹോവേ ആമേൻ ആമേൻ. പിന്നെ മൂടൻ മൂടനത് ഗ്രഹിക്കുന്നതുമല്ല. താങ്ക് യു ലോർഡ്. ദൈവം ആരാണ് ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നുള്ള കാര്യം ഇവർ ഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇന്ന് അല്പമൊക്കെ വിവരമുള്ളവനൊക്കെ അത് ഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴാണെങ്കിൽ നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അവരുടെ നേതാക്കന്മാർ അവരോട്ട് പറഞ്ഞു, മൊബൈൽ ഫോണുകളൊന്നും ഉപയോഗിക്കേണ്ട. നിങ്ങളൊക്കെ വായിച്ച കാര്യങ്ങളാണോ? മൊബൈൽ ഫോണുകളൊന്നും ഉപയോഗിക്കേണ്ട. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രു അല്ലെങ്കിൽ ഇസ്രായേലിൽ അതിനെയൊക്കെ ഹാക്ക് ചെയ്യും. അതിൽ കൂടെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നോക്കും ആരൊക്കെ എവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാനുകൾ എന്താണെന്നുള്ള കാര്യം ഒക്കെ അവർക്കറിയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളത് ഉപയോഗിക്കേണ്ട, അത് ചെയ്യണ്ട. അവരുടെ നേതാക്കന്മാർക്ക് അവർ ഓർഡർ ചെയ്തു. എന്നാൽ അതിനപ്പുറത്തായിട്ട് അവരെന്ത് ചെയ്തു? പിന്നെ അവർ പഴയ സിസ്റ്റത്തിലേക്ക് പോയി. ഒരു പേജർ ഞാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പണ്ടൊക്കെ, ഒരു ചെറിയൊരു പേജർ. ആ പേജർ അവരുപയോഗിക്കാൻ തുടങ്ങി. നോക്കി ദൈവം എത്ര സർവശക്തൻ. താങ്ക് യു ലോർഡ്. എന്ത് ചെയ്തു? പേജർ സിസ്റ്റം വേണോ? ഇസ്രയേൽ ഉണ്ടാക്കി പേജർ സിസ്റ്റം അവർക്ക് കൊടുത്തു. താങ്ക് യു ലോർഡ്. ഇസ്രയേൽ ഉണ്ടാക്കിയ പേജർ സിസ്റ്റത്തിനകത്ത് എന്തുണ്ടായിരുന്നു? അതിനകത്ത് സ്ഫോടക വസ്തു നിറച്ചിട്ട് ഈ നേതാക്കന്മാരെല്ലാം എളി വെച്ചുകൊണ്ട് ഇൻകുലാബ് വിളിച്ചുകൊണ്ട് ഇസ്രയേലിനെ ഞങ്ങൾ ചുറ്റടിക്കും എന്നുള്ളതാ. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഈ മാന്യന്മാരെല്ലാം ഒരു മെസ്സേജ് വന്നു, നോക്കി എല്ലാം പൊട്ടിത്തെറിച്ചു. എത്ര ആൾക്കാർ മരിച്ചെന്നുള്ളതൊന്നും കറക്റ്റായിട്ടൊന്നും അവർ പറയുന്നില്ല. ദൈവം ആലോചന കൊടുക്കുന്നവരെ, ദൈവം നിയന്ത്രിക്കുന്നവരെ, ദൈവത്തിൻ്റെ ജനം, താങ്ക് യു ലോർഡ്. അവർ ദൈവത്തോട് ആലോചന ചോദിക്കുന്നു, ദൈവം അവർക്ക് ആലോചന കൊടുക്കുന്നു. മൃഗപ്രായനായ മനുഷ്യൻ അറിയുന്നില്ല, മൂഢൻ അത് ഗ്രഹിക്കുന്നില്ല. അവരുപയോഗിച്ചിരുന്ന പേജറും അവരുപയോഗിച്ചിരുന്ന വോക്കി ടോക്കറും ഇന്ന് അവരുപയോഗിക്കുന്ന അവർക്ക് ഒരു ഇലക്ട്രോണിക് ആയിട്ടും അവർക്ക് ഉപയോഗിക്കാനായിട്ട് പേടിയാണ്. ഇവൻ വീട്ടിൽ ഉപയോഗിക്കുന്ന TV പോലും അവർക്ക് ഉപയോഗിക്കാൻ പേടിയാണ്. എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നുള്ള കാര്യം അറിയത്തില്ല. ആരാ ഇവരെത്ര ബ്രില്യനായിട്ട് മാറാൻ എന്താ കാര്യം? നമ്മളെപ്പോഴുള്ള മനുഷ്യരല്ലേ? എന്തുകൊണ്ട്? നീ ഒന്ന് ചിന്തിക്കുക. ആര് ചിന്തിക്കണം? ഈ മൃഗപ്രായനും ഈ മൂടനും ഒക്കെ ഒന്ന് ചിന്തിക്കേ. ഒന്ന് ചിന്തിക്കുക, ആരാ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സർവശക്തൻ്റെ കരമുണ്ട്. ഒരു സർവശക്തൻ്റെ കരം. ആ സർവശക്തൻ്റെ കരമായി ഇവർക്ക് ആലോചന കൊടുക്കുന്നത്. താങ്ക് യു ലോർഡ്. അവരുടേതായിട്ടുള്ളതായ എല്ലാ കാര്യങ്ങളിലും ദൈവം അവർക്ക് ആലോചന. അവർ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് അതേ രീതിയിൽ ദൈവം അവരെ ശിക്ഷിക്കുകയും ചെയ്തു. അത് നമുക്ക് വ്യക്തമായിട്ടറിയാം. നമ്മുടെ യേശുവിനെ കാൽവറിയിൽ ക്രൂശിച്ച സമയത്ത് അവരെന്താ പറഞ്ഞേ?
നിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വരട്ടെ എന്നവർ വെൽക്കം ചെയ്തു. അവരെ പോലെ പീഡ അനുഭവിച്ച ഒരു ജനം ലോകത്ത് വേറെ ഉണ്ടോ? അതിനുശേഷം നടന്ന സംഭവമാണ്. അവരെ പോലെ നമ്മളിതൊക്കെ പറയുമ്പോഴത്തെ പ്രത്യേകം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് നമ്മൾ സ്റ്റോറി പറഞ്ഞു പോയല്ല. ദൈവത്തെ നമ്മൾ എപ്രകാരം, ദൈവത്തോട് നമ്മൾ ചേർന്നിരുന്നാൽ ദൈവം നമ്മളെ എപ്രകാരം നടത്തുമെന്നും, മറിച്ച് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട് കേട്ടോ. തിരഞ്ഞെടുപ്പ് എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. അത് ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. താങ്ക് യു ലോർഡ്. ആ തിരഞ്ഞെടുക്കപ്പെട്ടത് ആ ജാതി ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി കഴിഞ്ഞപ്പോൾ ഇത്രമാത്രം ഒരു പീഡയിൽ കൂടെ അവർ കടന്നുപോയി എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം, അല്ലെങ്കിൽ ലോകത്തുള്ള മിക്കവാറും ആൾക്കാർക്ക് അതറിയാം. അത്രമാത്രം പീഡയിൽ കൂടെ ഗ്യാസ് ചേമ്പറിനകത്തുമൊക്കെ ഇട്ട് എത്രമാത്രം ആൾക്കാരെ കൊന്നൊടുക്കി. അവരുടെയൊക്കെ അന്നത്തെയൊക്കെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചറൊക്കെ ഒന്ന് കാണണം. പട്ടിണിയിട്ട് വളരെ ഞെരുക്കി, ജർമ്മനിയിലൊക്കെ ഇട്ട് വളരെ എന്തൊക്കെയാകുമ്പോൾ ഞാൻ മറന്നുപോയി, എനിക്കില്ലോ ഒരു ക്യാമ്പിനകത്തൊക്കെ ഒരു പർട്ടിക്കുലർ പേരുണ്ട്, ഞാൻ മറന്നുപോയി. ആ ക്യാമ്പിനകത്തൊക്കെ വളരെ ഞെരുങ്ങി കഷ്ടപ്പെട്ട് ആഹാരമില്ലാതെ ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം പട്ടിണിയിട്ട് അങ്ങനെ ഞെരുങ്ങിക്കിടന്നായ ആ ജനം. അതിൻ്റെ മൊത്തത്തിൽ അതിനകത്ത് ഒരു എക്സാമ്പിളോട് ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയാം. അങ്ങനെ വളരെ നാളായിട്ട്, വളരെ ദിവസങ്ങളായിട്ട് ആഹാരമില്ലാതിരുന്ന സമയത്ത് അമേരിക്കൻ മിലിറ്ററി അവിടെ ചെന്നതിന് ശേഷം അവരെന്ത് ചെയ്തു? ഇവർക്ക് പെട്ടെന്ന് ആഹാരം കൊടുത്തു. എന്ത് സംഭവിച്ചു? ഈ പട്ടിണി കിടക്കുന്നതിന് ഫുള്ളായിട്ട് അങ്ങ് ആഹാരം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാം വാരി തിന്നു. ഡൈജസ്റ്റിംഗ് സിസ്റ്റം അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അവരെല്ലാം മരിച്ചുപോയി. നല്ലൊരു ശതമാനം മരിച്ചുപോയി പട്ടിണിയുടെ. അതായത് അന്ന് അവരുടെ ആ പിക്ചറൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വെറും അസ്ഥികളുടെ മാത്രം. എന്താ അവർ പറഞ്ഞത്? നിന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. കെയർഫുൾ. നമ്മുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. പറഞ്ഞില്ലെങ്കിലും, ഗുണം പറഞ്ഞില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക. വി ഡോണ്ട് നോ. നമുക്ക് ആരെയും വിധിക്കാനായിട്ടുള്ള അധികാരം, പ്രത്യേകിച്ച് നീതിമാനെ പകയ്ക്കുന്നവൻ ശിക്ഷ അനുഭവിക്കും. അത് കണ്ടീഷനാ, ദൈവത്തിൻ്റെ ലോയാ. അത് സമയമൊക്കെ എടുക്കും. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിനുള്ളവരെ ദൈവം സൂക്ഷിക്കുകയും പരിപാലിക്കുകയും. അപ്രകാരമാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അതിനു മുമ്പ് നടന്ന ആ സംഭവങ്ങളാണെങ്കിലും മൊർദെഖായിയെയും അല്ലെന്നുള്ളത് എസ്തേറിനെയും ഒക്കെ ദൈവം അവിടെയും പരിപാലിച്ചു. താങ്ക് യു ലോർഡ്. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി അല്ലെന്നുണ്ടെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയവരെ ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം സേവിക്കും, അവരെ മടക്കി വരുത്തും. ആര് ദൈവത്തെ സേവിക്കുന്നോ, ഈ കഷ്ടതയുടെ നടുവിലായിരുന്നാലും സത്യദൈവത്തെ സേവിക്കുന്നവർക്ക് ദൈവം അവർക്ക് വേണ്ടി വഴി തുറക്കും. അവരുടെ കുഞ്ഞുങ്ങളെ, അവരുടെ സന്താനങ്ങളെ, അല്ലെ അവരുടെ തലമുറയെ ദൈവം മാനിക്കുക തന്നെ ചെയ്യും. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു കണ്ടീഷനിൽപ്പെട്ട കാര്യങ്ങളാണ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. പിന്നെ അടുത്ത വിഷയത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസമായിട്ട് ഞാൻ ആ വിഷയം പറയുന്നില്ല. ഓക്കെ, 2 ദിവസമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ ഇടയായല്ലോ. ഐ റിയലി എൻജോയ്ഡ്. അങ്ങനെ തന്നെ എനിക്ക് പറയാൻ പറ്റും. താങ്ക് യു ലോർഡ്. ദൈവസന്നിധി നമ്മൾ സമയം മാറ്റിവെച്ചാൽ, സാധാരണ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലിക്കിടയിലൊക്കെ ഫിസിക്കലായിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ലെങ്കിലും മെൻ്റലി അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് നല്ല ബിസിയാണ്, പല കാര്യങ്ങളുണ്ട്.
പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഉപവാസം എടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല. മറിച്ച് വേർവിട്ടിരുന്ന് കഴിഞ്ഞാൽ, താങ്ക് യു ലോർഡ്, ഇതെൻ്റെ അനുഭവം ഉള്ളതുകൊണ്ട് അനുഭവിക്കുന്നുള്ളതുകൊണ്ട് ഞാൻ പറയുക, ദൈവം നമ്മളോട് സംസാരിക്കും. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തായിട്ട്, നമ്മൾ നിരൂപിക്കുന്നതിനപ്പുറത്തായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ഗ്രഹിപ്പിക്കും. എന്താണ് അതിനകത്ത് ഒരു വാക്യം വായി, നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞ വാക്യം തന്നെയാണ്. പ്രത്യേകിച്ച് എനിക്ക് അതിനോടനുബന്ധിച്ച് വേറൊന്നും ഒരുപക്ഷെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും ദൈവത്തിൻ്റെ പ്ലാന്. താങ്ക് യു ലോർഡ്. ഒരു വാക്യം നമുക്ക് ഒരു വാക്യം തന്നെ ആദ്യമേ വായിക്കാം. അതിനുവേണ്ടി ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 32-ാം അധ്യായത്തിൻ്റെ 22-23 വാക്യം. രാത്രിയിൽ അവൻ എഴുന്നേറ്റു, തൻ്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യബ്ബോക്കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിനക്കരെ കടത്തി. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. അപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ല് പിടിച്ചു. അവനെ ജയിക്കയില്ലെന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി, എന്നെ വിടുക. മതി 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 മതി. അവിടെ നമുക്ക് എന്താ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം കാണാൻ വേണ്ടി നമുക്ക് കാണുന്നത് എന്താ? ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സബ്ജക്റ്റ് അവിടെ കാണുന്നത്. യാക്കോബ് ഒരു തീരുമാനം എടുക്കുക കേട്ടോ. ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പറയുക, മറ്റുള്ളവർക്കും നമുക്ക് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളൊരു തീരുമാനം എടുത്താൽ, അല്ല ആ തീരുമാനം നമ്മൾ പാലിക്കുന്നതിന് മുമ്പായിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ വെളിപ്പെടാനായിട്ട് വെളിപ്പെട്ടുകൊണ്ടിരിക്കും. അത് നമ്മൾ ഒരു തീരുമാനം എടുത്താൽ, ഞാൻ അല്ലെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞ് നമ്മൾ ഇന്ന ആൾക്ക് ഇന്നത് കൊടുക്കാം എന്ന് നമ്മൾ തീരുമാനമെടുക്കുന്ന ദൈവഹിത പ്രകാരമാണെന്നുണ്ടെങ്കിൽ, താങ്ക് യു ലോ, ദൈവം ഓൾറെഡി അവിടെ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞു. ഇവിടെ യാക്കോബ് എന്ത് ചെയ്തു? യാക്കോബ് ഒരു തീരുമാനമെടുത്തു. യാക്കോബ് ആരായിരുന്നു? അവിടെ നമുക്ക് ദൈവവചനത്തിൽ കൂടെ ആ ഭാഗങ്ങളിൽ കൂടെ ഒക്കെ പോയി കഴിഞ്ഞ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും. യാക്കോബ് ആരായിരുന്നു? യാക്കോബ് ലാബാന്റെ വീട്ടിൽ വെച്ച് അവിടെ സമ്പന്നനായ ഒരു വ്യക്തിയാക്കി ദൈവം അവനെ മാറ്റി. ഹീസ് എ റിച്ച് പേഴ്സൺ. അവനൊരു ധനികനായ മനുഷ്യനായിരുന്നു. പക്ഷെ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യാക്കോബിൻ്റെ ജീവിതത്തിൽ എങ്ങനെ ആ അനുഗ്രഹമൊക്കെ വന്നെന്നുള്ള കാര്യം നമുക്കറിയാം കേട്ടോ. ദൈവം അവനെങ്ങനെ ആലോചന കൊടുത്തത്? എങ്ങനെയാണ് അവൻ ധനികനായി തീർന്നത്? താങ്ക് യു. എങ്ങനെയാണ് അവൻ ധനികനായി തീർന്നത്? ദൈവം അവന് ആലോചന കൊടുത്തു. എങ്ങനെ ആലോചന കൊടുത്തു? പറഞ്ഞത് ശരി തന്നെയാ. എങ്ങനെ? എങ്ങനെ? അത് നമുക്ക് ആ സബ്ജക്റ്റ് അറിയാവുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. ദൈവം അവൻ ആലോചന കൊടുത്തത്, നീ മരത്തിൻ്റെ അല്ലെ പുന്നവൃക്ഷത്തിൻ്റെ തോലുരിച്ചിട്ട് അതിൽ ഡിസൈൻ ചെയ്യണം. ഇതെല്ലാം ദൈവം യാക്കോബിൻ്റെ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വല്ലതും ആണോ? യാക്കോബ് ആരാ? ദൈവമായിട്ട് സംസർഗമുള്ള വ്യക്തിയാ. ദൈവമായിട്ട് സംസർഗമുള്ള വ്യക്തിക്ക് ദൈവം ആലോചന കൊടുക്കുക. എങ്ങനെ ആലോചന കൊടുക്കുന്നു? ദൈവം കൊടുക്കുന്ന ആലോചന അത് മാനുഷികമായ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ലോജിക്കുണ്ടോ അതിനകത്ത്? ഒന്നുമില്ലെന്നേ. മരത്തിൻ്റെ തോലുരിച്ചിട്ട് അതിൽ പുള്ളിയും വരെയൊക്കെ ഉണ്ടാക്കിയിട്ട് ആട് വെള്ളം കുടിക്കാൻ വരുമ്പോഴത്തേക്ക് അവിടെ ഇട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം നിനക്ക് പുള്ളിയും വരെയുള്ള ആട് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് വല്ല ലോജിക്കുണ്ടോ അതിനകത്ത്? ഒരു ലോജിക്കും ഇല്ലെങ്കിലും ദൈവം പറയുന്നത് നീ പ്രവർത്തിച്ചാൽ, ദൈവം പറയുന്നത് നീ അനുസരിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നിന്നിൽ കൂടെ വെളിപ്പെടും. അങ്ങനെയാണ് യാക്കോബ് ഈ ധനികനായ അല്ലെങ്കിൽ റിച്ച് മനുഷ്യനായിട്ട് തീർന്നത്. ഈ റിച്ചായിട്ടുള്ള മനുഷ്യന് പിന്നീട് യാക്കോബിൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ട്. എന്താണ്? യാക്കോബിന് സ്വന്തം ദേശത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അവൻ ആഗ്രഹമുണ്ട്, പോകാൻ പറ്റുന്നില്ല. അവൻ്റെ ഉള്ളിൽ
അവനെ അലട്ടുന്ന ഒരു വിഷമമാണ്. അതവിടെ വെളിയിൽ പറയുന്നില്ല. അവൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. അവൻ വളർന്ന നാട്ടിലേക്ക്, അല്ല അവൻ്റെ പേരൻസിൻ്റെ അടുക്കിലേക്ക്, അല്ലെങ്കിൽ അവൻ്റെ സിബ്ലിങ്സിൻ്റെ അടുത്തേക്ക് അവനൊന്ന് പോകണം. പക്ഷേ സാധിക്കുന്നില്ല. എന്താണ് അവന് തടസ്സം നിൽക്കുന്നത്? അവൻ ചെയ്തൊരു കുറ്റമുണ്ട്. എനിക്കില്ലോ അവൻ ചെയ്ത ഒരു കുറ്റം. എങ്ങനെ കുറ്റം ചെയ്തു? ആരവൻ ആലോചന കൊടുത്തത്? അവൻ്റെ അമ്മ. എനിക്കില്ലോ അവൻ്റെ ആലോചന അവൻ്റെ അമ്മ ഒരു ആലോചന കൊടുത്തു. അത് അത്ര നല്ല ആലോചനയായിരുന്നോ? വീടൊന്നോ എനിക്കറിയത്തില്ല. എനിക്കില്ലോ എന്നാൽ അത് മുഖാന്തരമായിട്ട് അവന് ദോഷങ്ങൾ സംഭവിച്ചു. അവൻ്റെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നുപോയി. ആലോചന എപ്പോഴും എടുക്കേണ്ടത് ദൈവത്തിൽ നിന്നുള്ളത് മാത്രം എടുക്കാവൂ. നമുക്ക് ആലോചന തരേണ്ടത് നമ്മുടെ ദൈവമാണ്. മാനുഷികമായ രീതിയിൽ അല്ല നമ്മൾ ആലോചന എടുക്കേണ്ടത്. നമുക്ക് ആലോചന തരേണ്ടത് നമ്മുടെ ദൈവം തരട്ടെ. ദൈവഹൃദപ്രകാരമാകട്ടെ. ദൈവം നിന്നെ അനുഗ്രഹിപ്പാനായിട്ട് ശക്തനായ ദൈവമാണ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തെ പല പല കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ദിവസം പാഷ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ രാജ്യത്തൊക്കെ കടന്നു വന്നതിന് ശേഷം ഇവൻ ഒരു വ്യക്തിയെ, എൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു വ്യക്തിയെ ഞാൻ എടുത്ത് പറയുന്നില്ല, ശരിയല്ലല്ലോ. എൻ്റെ കയ്യിലും പൈസയൊക്കെ കുറവാണ്. ആ വ്യക്തിക്ക്, എൻ്റെ കൂട്ടത്തിലുള്ള വ്യക്തിയെ ഞാൻ വിളിച്ചിട്ട് പല പ്രാവശ്യം വിളിച്ചിട്ട് എടുക്കുന്നില്ല. കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ഓക്കെ, അത്രമാത്രം ഞാനിവിടെ നിർത്തുന്നുള്ളൂ. പല പ്രാവശ്യം വിളിച്ചിട്ടും എടുക്കുന്നില്ല. പിന്നീട് എനിക്കറിയാം എന്ത് കാരണം കൊണ്ടാണ്. അദ്ദേഹത്തിന് ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്. പക്ഷെ ആരോടും പറയുന്നില്ല. ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അദ്ദേഹം ഓഫീസിൽ വരേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട്, താമസിക്കുന്ന വീട്ടിൽ ചെന്നിട്ട്, ഈ ഷട്ടറിൻ്റെ അടിയിൽ കൂടെ, കാർ ഗാരേജിൻ്റെ ഷട്ടറിൻ്റെ അടിയിൽ കൂടെ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ $1500 ഒരു കവറിനകത്താക്കിയിട്ട് ഞാൻ ആ ഷട്ടറിനുള്ളിലേക്ക് തള്ളിവിട്ടു. താങ്ക് യു ലോർഡ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അന്നൊന്നും എൻ്റെ കയ്യിൽ അത്ര പൈസയൊന്നുമില്ല. അന്ന് ഗ്ലോറി ജോലി ചെയ്യുന്നുണ്ട്. ഗ്ലോറിയിൽ നിന്ന് കിട്ടുന്ന പൈസയൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. താങ്ക് യു ലോർഡ്. പക്ഷെ എന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവം വിശ്വസന. എന്നിട്ട് ഞാൻ പിന്നെ മെസ്സേജ് കൊടുക്കുമോ എങ്ങനെ വിളിച്ച് പറഞ്ഞു, ഈ പൈസ അതിനകത്ത് കിടപ്പുണ്ട്. ഞാനതൊക്കെ മറന്നുപോയായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വന്നു. താങ്ക് യു ലോർഡ്. നമ്മുടെ ദൈവം വിശ്വസനായ ദൈവമാണ്. ഓക്കെ, അന്ന് അവിടെ അത് പക്ഷെങ്കിൽ ഞാൻ ഈ ദേശത്തേക്ക് കടന്നു വന്നതിന് ശേഷം എന്ത് ചെയ്യണം, എങ്ങനെയാകണം, ഞാൻ വിചാരിച്ചു ഞാനൊരു ജോലിക്ക് വല്ലതും പോകാം. ന്യൂജേഴ്സി വെച്ച് എനിക്ക് വേറെ ജോലി ഉണ്ടായിരുന്നു. ഇവിടെ കടന്നു വന്ന് ഞാനൊരു ജോലിക്ക് പോകാം എന്നൊക്കെ തീരുമാനിച്ചു. 2-3 പ്രാവശ്യം പലരും എന്നോട് പറഞ്ഞു, ഒരു കമ്പനിയിൽ ജോലിയുണ്ട്, പോകാൻ പറഞ്ഞു. എൻ്റെ ബ്രദറൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ ഇട്ടു. പക്ഷെ അതിൻ്റെ GPS എനിക്ക് ആ ലൊക്കേഷൻ കാണിക്കുന്നില്ല. 3 പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു. 3 ദിവസമായിട്ടാണെന്ന് തോന്നുന്നു എനിക്കവിടെ പോകാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ ഞാൻ തീരുമാനിച്ചു, ഒരു 2-3 ദിവസം ദിവസം നിന്ന് പ്രാർത്ഥിക്കാം. ഒരു ദിവസം വെളുപ്പിനെ എനിക്കൊന്ന് ഏർലി മോർണിംഗിൽ ബെഡിൽ കിടക്കുമ്പോഴത്തേക്കാണ് ദൈവം എനിക്ക് ആലോചന തരുന്നത്. അങ്ങനെയാണ് ഞാൻ കമ്പ്യൂട്ടർ ഷോപ്പൊക്കെ തുടങ്ങുന്നത്. താങ്ക് യു ലോർഡ്. എന്നാൽ അത്ര ഒരു ഭംഗിയായിട്ടുള്ള രീതിയിലൊന്നും അത് പോയില്ല. എന്നാൽ അവിടെയൊക്കെയാണ് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ എന്നുണ്ടെങ്കിൽ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നവരൊക്കെ മാറിപ്പോയ സമയത്തും വളരെ ഒരു ടൈറ്റ് സിറ്റുവേഷനിൽ കൂടെയൊക്കെയും കടന്നുപോയി. ആ സമയത്തും ദൈവം എന്നോട് കൂടിയിരുന്നു. ഞാൻ ദൈവത്തിൽ ഒത്തിരി കരഞ്ഞു. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് ഇങ്ങനെയൊക്കെ വരുന്നു? ഞാൻ കരയാത്ത ദിവസങ്ങളില്ലായിരുന്നു. കരയാത്ത ദിവസങ്ങൾ വളരെ ഇതിൽ കൂടെയൊക്കെ കടന്നുപോയി. പക്ഷെ എന്നുണ്ടെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അത്രേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഇവിടെ അതിൻ്റെ മധ്യത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിൻ്റെ മധ്യത്തിൽ കൂടെ ദൈവം എനിക്ക് പ്ലാൻ ചെയ്തതുകൊണ്ടാണ് എൻ്റെ വീടിൻ്റെ മോർഗേജ് എനിക്ക് പേ ഓഫ് ചെയ്യാനും, ഞാൻ ഇന്ന് ചെയ്യുന്ന ബിസിനസ് വാങ്ങിക്കാനും, എൻ്റെ കുഞ്ഞുങ്ങൾ പഠിപ്പിക്കാനും ഗ്ലോറിയുടെ സപ്പോർട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും പഠിപ്പിക്കാനും, അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടത്താനും
എല്ലാം അതിൻ്റെ മൊത്തത്തിൽ ദൈവം എനിക്ക് ഒരുക്കിയ വേറൊരു വഴിയുണ്ടായിരുന്നു. എങ്കിലോ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്നെ ബൂസ്റ്റ് ചെയ്യാനായിട്ടല്ല. നമ്മൾ ദൈവസന്നിധിയിൽ ആര് പഴിച്ചാലും ആര് ദൂഷിച്ചാലും, ഞാൻ ചില സമയത്തൊക്കെ എൻ്റെ മനസ്സിന് ആ സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ ഞാൻ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യം വല്ലതും ആണോ? ഞാനിങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഓണസ്റ്റ്ലി ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. നീ എൻ്റെ അബോധാവസ്ഥയിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാനിങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഞാനിങ്ങനെ വല്ലതും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ദൈവം വിശ്വസ്തന. അതിൽ കൂടെ കടത്തിവിടുക എന്നുള്ള ദൈവത്തിൻ്റെ പ്ലാനാണ്. ദൈവം പ്ലാൻ ബി നമുക്ക് വേണ്ടി ഒരുക്കും. ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നമ്മൾ വിശ്വസ്തരായിട്ട് നിന്നാൽ ദൈവം നമ്മളെ മാനിക്കും. മനുഷ്യരെന്തും പറഞ്ഞോട്ടെ. ജോസഫ് പാസ്റ്റർ ഇവിടെ എടുത്ത് പറഞ്ഞു, ദൈവം ആരാ? നീതിമാനായ ദൈവം, നീതിയുടെ ന്യായാധിപതി. താങ്ക് യു ലോ. ആ ദൈവത്തെ ഞാനിത് പറയുന്നതിൻ്റെ ഒരുക്കം നമ്മൾ ആ ലെവലിൽ നിൽക്കുക. നമ്മൾ ഒരു തീരുമാനമെടുക്കുക. ദൈവത്തിന് നമ്മൾ വിശ്വസ്തരായിട്ട് നിന്നാൽ ദൈവം നമ്മളെ മാനിക്കുക തന്നെ ചെയ്യും. ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് വരും നിശ്ചയം. നമ്മൾ കാത്തിരിക്കുക. ഇവിടെ യാക്കോബിൻ്റെ ജീവിതത്തിൽ അടുത്ത് എന്ത് സംഭവിച്ചു? ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയം അങ്ങ് പോയല്ലോ. ഇവിടെ യാക്കോബിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? എനിക്കില്ലോ യാക്കോബിൻ്റെ ജീവിതത്തിൽ യാക്കോബ് ഒരു തീരുമാനമെടുത്തു. എന്താ തീരുമാനം യാക്കോബ് എടുത്തത്? എനിക്കില്ലോ യാക്കോബ് ഒരു തീരുമാനമെടുത്തത് എന്താ? ഓക്കെ, എന്നെ അനുഗ്രഹിച്ച് അല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോഴത്തെ, പക്ഷെ അതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളൊക്കെ യാക്കോബ് അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്തത്? അക്കരെ ആക്കേണ്ടതിനൊക്കെ അക്കരെ ആക്കി. പക്ഷെ എന്നുണ്ടെങ്കിൽ അതിനു മുമ്പായിട്ട് ഒരു കാര്യം ചെയ്തു. യാക്കോബിനൊരു കുറ്റബോധമുണ്ട്. എന്താ കുറ്റബോധം? തൻ്റെ സഹോദരനോട് ചെയ്തത് ഒരു യാക്കോബിൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുക. എന്ത്? അദ്ദേഹത്തിന് കിട്ടേണ്ടതായ ജ്യേഷ്ഠാവകാശം ഞാനത് അപഹരിച്ചെടുത്തു എന്നുള്ളതായ ഒരു കുറ്റബോധം യാക്കോബിൻ്റെ ജീവിതത്തിൽ കിടക്കുക. അതിനുവേണ്ടി യാക്കോബ് എന്ത് ചെയ്തു? യാക്കോബ് തീരുമാനമെടുത്തു. എന്ത് തീരുമാനമെടുത്തു? യാക്കോബ് എന്ത് തീരുമാനമെടുത്തത്? ഓക്കെ, സഹോദരനെ സഹോദരൻ എങ്ങനെ നിൽക്കുക? സഹോദരൻ യാക്കോബിനെ കൊല്ലാൻ വേണ്ടി നിൽക്കുക. ദൈവത്തോട് അതൊക്കെ ചോദിക്കുന്നുണ്ട്, ദൈവത്തോട് അതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ദൈവം യാക്കോബ് തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് യാക്കോബിന് ദൈവം ചില സ്റ്റെപ്പുകളൊക്കെ അവിടെ കൊടുക്കുക. നീ എങ്ങനെ ചെയ്യണം? താങ്ക്യല്ലോ. എന്താ യാക്കോബ് അവിടെ ചെയ്തത്? തൻ്റെ സഹോദരന് വേണ്ടി ചിലതിനെയൊക്കെ മാറ്റിവെച്ചു. വെറുതെ ഒന്നും കാര്യം നടക്കത്തില്ല. നമ്മൾ പറയും, അല്ലെങ്കിൽ യാക്കോബ് അല്ലെങ്കിൽ എന്താ പറഞ്ഞേ, ദൂതനുമായിട്ട് മൽപ്പിടുത്തം നടത്തിയെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ക്രമപ്പെടുത്തേണ്ട കാര്യങ്ങൾ ക്രമപ്പെടുത്താതെ ഒരു മൽപ്പിടുത്തം നടത്തിയിട്ട് ഒരു കാര്യവുമില്ല. ജീവിതത്തിൽ ക്രമപ്പെടുത്തേണ്ടതിനെ ക്രമപ്പെടുത്തണം. യാക്കോബ് ഒരു തീരുമാനമെടുത്തു. എന്ത്? അതവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ മുകളിലൊക്കെ നമ്മൾ വായിക്കണോ? എനിക്കില്ലോ അതിൻ്റെ 13-ാം വാക്യം മുതൽ. അന്ന് രാത്രി അവൻ അവിടെ പാർത്തു. തന്റെ പക്കലുള്ളതിൽ തന്റെ സഹോദരനായ ഏശാവിന് സമ്മാനമായിട്ട് 200 കോലാടിനെയും 20 കോലാട്ടുകൊറ്റനെയും 200 ചെമ്മരിയാടിനെയും 20 ചെമ്മരിയാട്ടുകൊറ്റനെയും കറവുള്ള 30 ഒട്ടകത്തെയും അവയുടെ കുട്ടികളെയും 40 പശുവിനെയും 10 കാളയെയും 20 പെൺകഴുതയും 10 കഴുതക്കുട്ടിയെയും വേർതിരിച്ചു. എന്ത് യാക്കോബ് ഇത് പെട്ടെന്ന് യാക്കോബ് തീരുമാനമെടുത്തു ഒന്നും അല്ല. അല്ലെങ്കിൽ പെട്ടെന്ന് യാക്കോബ് അല്ലെങ്കിൽ ദൂതനുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്നൊന്നും അല്ല. ജീവിതത്തിൽ ക്രമീകരിക്കപ്പെടേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടതിന് ശേഷം വേണം നീ ദൈവത്തോട് അടുത്ത് ചെല്ലാനായിട്ട്.
ദൈവത്തിൽ നിന്നായ അനുഗ്രഹം നിനക്ക് വേണോ? എനിക്ക് ദൈവം റെഡിയാ. ഓക്കെ, നീ അക്കരെ കടത്തി. ഓക്കെ, അതൊക്കെ നിന്റെ പ്ലാന്. പക്ഷെ എന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് യാക്കോബ് എന്ത് ചെയ്തു? ജീവിതത്തിൽ ഈ ക്രമീകരണം വരുത്തി. അങ്ങനെയല്ല ഇവിടെ എഴുതിയേക്കുന്നേ. യാക്കോബ് ആർക്ക് വേണ്ടി മാറ്റിവെച്ചു? തൻ്റെ സഹോദരനായ യേശാവിന് വേണ്ടി ഇതെല്ലാം മാറ്റിവെച്ചു. മാറ്റിവെച്ചതിന് ശേഷം അതെങ്ങനെ പോകണം? അത് ഏറ്റവും ഫ്രണ്ടിൽ പോകണം. താങ്ക് യു ലോർഡ്. ഇവിടെ ഈ ശത്രു എങ്ങനെ നിൽക്കുക? ശത്രു ഇവനെ കൊല്ലാൻ വേണ്ടി, അല്ല യേശാവ് ഇവനെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന സമയത്തും എന്ത് നടക്കുന്നു? ദൈവ ആലോചന പ്രകാരം യാക്കോബ് നീങ്ങുന്നു. യാക്കോബ് ഒന്ന് താന്നു. യാക്കോബ് ഒന്ന് റിയലൈസ് ചെയ്യുന്നു. തൻ്റെ തെറ്റുകളെ ഒന്ന് റിയലൈസ് ചെയ്യുന്നു. അതിന് ശേഷമാണ് പിന്നെ യാക്കോബ് എന്ത് ചെയ്യുന്നത്? ആ ക്രമീകരണം വരുത്തിയതിന് ശേഷം യാക്കോബ് എന്ത് ചെയ്യുന്നു? ഓക്കെ, മറ്റുള്ളതിനെയെല്ലാം അക്കരെ കടത്തി, നദിക്ക് അക്കരെ കടത്തിയിട്ട് യാക്കോബ് ഇവിടെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് അടുത്ത് ചെല്ലുക. അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം. യാക്കോബ് ദൈവസന്നിധിയിലേക്ക്. അപ്പം എങ്ങനെയാണ് ചെല്ലേണ്ടത്? ഒരു സാധാരണ പ്രാർത്ഥന കൊണ്ടൊന്നും യാക്കോബ് നേരത്തെ പ്രാർത്ഥിക്കുന്നില്ലായിരുന്നോ? തീർച്ചയായിട്ടും നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണേ. പക്ഷെ എന്നുണ്ടെങ്കിൽ അക്കരെ കടത്തേണ്ടതിനെ ഒക്കെ അക്കരെ കടത്തിയിട്ട്, താങ്ക് യു ലോർഡ്, മാറ്റി നിർത്തേണ്ടതിനൊക്കെ മാറ്റി നിർത്തിയിട്ട്, താങ്ക് യു ലോർഡ്. നമ്മൾ ജോസഫ് ആശുപത്രി എടുത്ത് പറഞ്ഞു. എങ്ങനെയാണ് പറഞ്ഞത്? ദാനിയേല് എന്ത് ചെയ്തു? ദാനിയേൽ ഇവിടെ എങ്ങനെയാണ് യെരൂശലേമിൻ്റെ നേരെ എങ്ങനെ വന്നു? ദാനിയേലിനെ സിംഹത്തിൻ്റെ കുഴിയിൽ ഇടാൻ വേണ്ടി ശത്രുക്കൾ പ്ലാൻ ചെയ്യുമ്പോൾ രാജാവിന് പോലും ദാനിയേലിനെ വിടുവിക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ, താങ്ക് യു ലോർഡ്, ഇവിടെ എന്താ നടക്കുന്നത്? ദാനിയേല് യെരൂശലേമിൻ്റെ നേരെ കിളിവാതില് തുറന്നിട്ട് അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യം നമുക്കറിയാമല്ലോ. എന്താണ് ഈ യെരൂശലേമിൻ്റെ നേരെ, അല്ലെങ്കിൽ ഈ വീട്, അല്ലെങ്കിൽ ഈ കിളിവാതിലുകളൊക്കെ? നമ്മുടെ ഹൃദയം മറ്റുള്ളതായ സോഴ്സുകളൊക്കെ ഒന്ന് അടയട്ടെ. മറ്റുള്ള ചിന്തകളൊക്കെ നമ്മളൊന്ന് മാറ്റിവെച്ചതിന് ശേഷം, നീ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നോ, നീ പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്നോ, നീ അക്കരെ കടത്തേണ്ടതിനൊക്കെ അക്കരെ കടത്തിയിട്ട് നീ നിൻ്റെ ദൈവമായിട്ട് ഒന്ന് ചേർന്നിരിക്കണം. നമ്മൾ വിചാരിക്കും, അല്ലെങ്കിൽ ദാനിയേൽ സിംഹക്കുഴി ഇട്ട് കഴിഞ്ഞപ്പോഴത്തെ സിംഹം അവിടെ പെട്ടെന്ന് ദൂതൻ ഇറങ്ങി, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. ഓ, അതൊന്നും അല്ല, അവിടെയൊന്നും അല്ല കാര്യം കിടക്കുന്നത്. ദാനിയേലും ദൈവവുമായിട്ടൊരു ഒരു 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 റെസ്ലിംഗ് അവിടെ നടന്നു. അവൻ എന്ത് ചെയ്തു? അവൻ യെരൂശലേമിൻ്റെ നേരെ തൻ്റെ ദൈവത്തോടെ, താങ്ക് യു ലോ, തൻ്റെ ദൈവമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടത്തുക. തൻ്റെ ദൈവവുമായിട്ടൊരു ഉടമ്പടി അവിടെ ചെയ്യുക. പിന്നെ ദാനിയേൽ ഭയപ്പെടുന്നുണ്ടോ? ആരാ ഭയപ്പെടുന്നത്? രാജാവ് ഭയപ്പെടുക. താങ്ക് യു ലോ. ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടാൻ വേണ്ടി ശ്രമിച്ചതായ രാജാവ് ഭയപ്പെടുമ്പോൾ ദാനിയേലിന് ഒരു ഭയവുമില്ല. എന്തുകൊണ്ട്? താങ്ക് യു ലോ. അവൻ യെരൂശലേമിൻ്റെ നേർക്ക് അവൻ്റെ കിളിവാതിൽ തുറന്നിട്ട് അവൻ പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരു കാര്യമുണ്ട്, ആ വീടിന് അല്ലെങ്കിൽ ആ മറ്റു വാതിലുകളൊക്കെ ഉണ്ടായിരിക്കാം, നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നായ പല ചിന്തകളാണ് മറ്റു വാതിലുകൾ. നമ്മുടെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതായ പല ചിന്തകളാണ് മറ്റു വാതിലുകൾ. ആ വാതിലുകളൊക്കെ നീ ഒന്ന് അടയ്ക്കണം. അടയ്ക്കേണ്ടതിനെ അടയ്ക്കാതെ നീ മറ്റുള്ളതിനെ അല്ലെങ്കിൽ മറ്റുള്ളത് തുറന്നിട്ടിട്ട് ഒരു കാര്യവുമില്ല. താങ്ക് യു ലോ. പറയുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ എന്നുണ്ടെങ്കിൽ നീ ഈ വാതിലൊക്കെ അടച്ചിട്ടിരിക്കുകയാണോ? ഇന്ന് പലർക്കും ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ മാറ്റിവെക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ പിള്ളേരുടെ കാര്യം മാറ്റിവെക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ജോലിയുടെ കാര്യം മാറ്റിവെക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. നീ മാറ്റിവെക്കേണ്ടതിനെ മാറ്റിവെച്ചതിന് ശേഷം നീ യെരൂശലേമിൻ്റെ നേരെ വാതിൽ തുറന്നിട്ടാൽ, താങ്ക് യു ലോ, നിന്നെ തൊടുവാൻ ഒരു ശത്രുവിനും സാധിക്കത്തില്ല. ഏതു സിംഹമായിക്കോട്ടെ,
ഏത് ശത്രുവായിക്കോട്ടെ, ഏത് രോഗമായിക്കോട്ടെ, ഏത് പ്രതികൂലമായിക്കോട്ടെ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവം, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അവിടെ മറ്റുള്ളവർ തിരിച്ചറിഞ്ഞു. ആര് തിരിച്ചറിഞ്ഞു? ശത്രുക്കളുടെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ദാനിയേലിനെ ഇട്ട് ആ കുഴിയിലേക്ക് തന്നെ ഈ ശത്രുക്കൾ ചെല്ലുന്നതിന് മുമ്പ് ഈ സിംഹം അവരെ തീർത്ത് കളഞ്ഞു. അവന് വേണ്ടി ദുഃഖിച്ചതായ ആ രാജാവ് ചോദിക്കുന്ന ആ രാജാവിന് ഒരു കാര്യം അറിയാം. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ. ഹല്ലേലൂയ. എങ്ങനെയാ വിളി വരേണ്ടത്? നമ്മളെക്കുറിച്ചൊക്കെ ആ വിളി എങ്ങനെയാ വരേണ്ടത്? താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും ഒരു ഓർമ്മയും കൂടെ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, എലീശാ പ്രവാചകൻ ഏലിയാവിൻ്റെ പിന്നാലെ പോകുമ്പോൾ അവനെ പരിഹസിച്ചവർ, നീ എങ്ങോട്ടാ പോകുന്നത് എന്നൊക്കെ പരിഹസിച്ചവർ മടങ്ങി വന്ന് താങ്ക് യു ലോർഡ് പുതപ്പെടുത്ത് യോർദാനിൽ അടിച്ചതിന് ശേഷം അന്ന് പരിഹസിച്ച ആ 40 പേര് എന്താ പറയുന്നത്? യജമാനനേ. ഹല്ലേലൂയ. നിന്റെ തീരുമാനമാ നിന്റെ ഡെസ്റ്റിനി. ഹല്ലേലൂയ. നീ എവിടെ ചെല്ലണം എന്നുള്ളത് നിന്റെ തീരുമാനമാ. താങ്ക് യു ലോർഡ്. തീരുമാനമെടുക്കുക. നമ്മൾ തീരുമാനമെടുത്തോണ്ട് ദൈവസന്നിധാനത്തിൽ കടന്നു ചെന്ന് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നീ യെരൂശലേമിന്റെ നേർക്ക് നീ വാതിലുകൾ തുറന്നിട്ടാൽ, മറ്റു വാതിലുകളൊക്കെ അടച്ചാൽ, ഹല്ലേലൂയ, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകും. നമ്മുടെ ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യവുമില്ല. താങ്ക് യു ലോർഡ്. അതുകൊണ്ട് അടയ്ക്കേണ്ട വാതിലുകളെ അടയ്ക്കുക. താങ്ക് യു ലോർഡ്. ഇവിടെ യാക്കോബ് എന്ത് ചെയ്തു? തനിക്ക് ഉള്ളതായ എല്ലാ, അല്ലെങ്കിൽ യാക്കോബിനെ കുറിച്ച് നമ്മൾ എങ്ങനെയാ പറയുന്നത്? ധനികനായിട്ടും അദ്ദേഹം എന്താ പറയുന്നത്? എനിക്ക് വേണം ദൈവത്തിൽ നിന്നുള്ളതായ ഒരു അനുഗ്രഹം, ഒരു ബ്ലെസ്സിങ് വേണം. താങ്ക് യു ലോർഡ്. ലോകം തരുന്നതായ സമാധാനമല്ല, ലോകം തരുന്നതായ സന്തോഷമല്ല, ലോകം തരുന്നതായ അനുഗ്രഹമല്ല. താങ്ക് യു ലോർഡ്. അതിനപ്പുറത്ത് അത് വേണ്ടെന്നൊന്നുമല്ല. താങ്ക് യു ലോർഡ്. അവൻ്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ അവൻ അടുത്ത് ചെല്ലുകയാണ്. എനിക്ക് വേണം എൻ്റെ ദൈവത്തിൽ നിന്നായ ഒരനുഗ്രഹം. അതിനുവേണ്ടി യാക്കോബ് എന്ത് ചെയ്തു? വിടേണ്ടതിനൊക്കെ ഒന്ന് വിട്ടു, മാറ്റി നിർത്തേണ്ടതിനൊക്കെ ഒന്ന് മാറ്റി നിർത്തി. അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ? അവന് ധനമുണ്ട്, അവന് സമ്പത്തുണ്ട്. താങ്ക് യു ലോർഡ്. ഈ സമ്പത്തെല്ലാം അവൻ്റെ ദൈവസന്നിധിയിൽ വന്നു കഴിയുമ്പോൾ അതെല്ലാം അവനവിടെ മാറ്റി വെച്ചു. അന്ന് ബിസിനസ് വേണ്ടെന്നേ. താങ്ക് യു ലോർഡ്. അന്ന് അതൊന്നും വേണ്ട, ഇതെല്ലാം പോട്ടെ. താങ്ക് യു ലോർഡ്. ഞാനും എൻ്റെ ദൈവമായിട്ട് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഞാനൊന്ന് ഇരിക്കട്ടെ, ഒന്ന് സ്വസ്ഥമായിട്ട് ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഇരിക്കട്ടെ. അങ്ങനെയാണോ യാക്കോബ് ചെയ്തത്? താങ്ക് യു ലോർഡ്. അപ്രകാരം തന്നെ യാക്കോബ് ചെയ്തു. താങ്ക് യു ലോർഡ്. അതുകൊണ്ട് അവൻ എന്ത് സംഭവിച്ചു? നമ്മൾ ഇന്ന് പാടുന്ന പാട്ടുണ്ടല്ലോ, എന്താ നമ്മൾ പാടുന്നത്? യാക്കോബ് ഇസ്രയേലായി മാറും. യാക്കോബ് ഇസ്രയേലായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ തീരുമാനം യാക്കോബ് എടുക്കണം. ആദ്യമേ തീരുമാനമെടുക്കുന്ന യാക്കോബിനെയാ ദൈവം ഇസ്രയേലായിട്ട് മാറ്റിയത്. അങ്ങനെയല്ലേ ഇവിടെ എഴുതിയേക്കുന്നത്? തീരുമാനമെടുക്കാത്ത യാക്കോബിനെ ഒരിക്കലും ഇസ്രയേലായിട്ട് മാറ്റത്തില്ല. ഒന്ന്, നീ ലാബാന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടണം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അവിടുന്ന് പുറപ്പെട്ടതിന് ശേഷം എടുക്കേണ്ടതിന് അക്കരെ കടത്തേണ്ടതിനൊക്കെ അക്കരെ കടത്തിയതിന് ശേഷം നീ ഒന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ, ദൈവത്തോടൊന്ന് ചേർന്നിരുന്ന് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിന്റെ അവസ്ഥകളെ മാറ്റും. ഇന്ന് ആ യാക്കോബിൻ്റെ സന്തതികളാണ് ഇസ്രയേല്. അവർക്ക് അന്ന് യാക്കോബിന് ആലോചന കൊടുത്ത ദൈവം തന്നെയാണ് ഇന്ന് ഇസ്രയേലിന് ആലോചന കൊടുക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മൃഗപ്രായനായ മനുഷ്യൻ അത് അറിയുന്നില്ല, മൂഢൻ അത് ഗ്രഹിക്കുന്നില്ല. താങ്ക് യു ലോർഡ്. ഗ്രഹിച്ച നല്ല കാര്യമായിരുന്നു. താങ്ക് യു ലോർഡ്. മറ്റുള്ളവർ അത് തിരിച്ചറിയുന്നില്ല. അന്ന് യാക്കോബിന് ആലോചന കൊടുത്ത ദൈവം, അന്ന് യാക്കോബിനോട് സംസാരിച്ച ദൈവം, അന്ന് യാക്കോബ് മൽപ്പിടുത്തം നടത്തി അവൻ്റെ പേര് മാറ്റിയ ദൈവം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ആ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമ്മൾ ഏത് വിഷയങ്ങളുടെ മുഖത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വേർപാട് ആവശ്യമാണ്.
എല്ലാവരെയും കൂട്ടിക്കൊണ്ട് നടക്കത്തില്ല. പിള്ളേരും ഉണ്ടാകും, വീടും ഉണ്ടാകും, ജോലിയും ഉണ്ടാകും, അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് കാര്യങ്ങൾ, ബിസിനസ്സും എല്ലാം ഉണ്ടാകും. എല്ലാം കൊണ്ടും ഒന്നും നിനക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് ഒക്കത്തില്ല. മാറ്റിവെച്ചതിന് ശേഷം ഒരേകാന്തമായിട്ടിരുന്ന് ദൈവസ്ഥനിലേക്ക് ചെല്ലുക. ഒന്ന്, കുറവുകളെ ഏറ്റുപറയുക. ക്രമീകരിക്കപ്പെടുത്തേണ്ടതിനെ ക്രമീകരിക്കപ്പെടുത്തിയതിന് ശേഷം ദൈവസ്ഥനിൽ ഇരുന്ന് കഴിഞ്ഞാൽ യാക്കോബിനെ പോലെ നിന്റെ പേര് മാറ്റും. നിന്റെ പേര് മാറ്റുന്ന ദൈവം. ഹല്ലേലൂയ. ശത്രുക്കൾ നിന്നെ ഏത് രീതിയിൽ പരിഹസിച്ചോ ഉപദ്രവിച്ചോ അവിടെയെല്ലാം നിന്റെ പേര് മാറ്റുന്ന ഒരു ദൈവം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഒരു പുതിയ പേര് ആര് കൊടുത്തു? യാക്കോബ് ഇട്ടതാണോ? താങ്ക് യു ലോ. സ്വർഗത്തിലെ ദൈവം കൊടുത്ത പേര്. ആ പേരാണ് ഇന്നും നിലനിൽക്കുന്നത്. ആ ദൈവത്തിൻ്റെ ശക്തിയാണ് ഇന്നും ആ രാജ്യത്ത് വെളിപ്പെടുന്നത്. താങ്ക് യു ലോ. ഞാൻ ഇവിടെ നിർത്തേണ്ട സമയം കഴിഞ്ഞു പോയല്ലോ. ഹല്ലേലൂയ. താങ്ക് യു ലോ. അതുകൊണ്ട് നമ്മൾ എപ്രകാരം ചെയ്യണം? ദൈവത്തോട്ടൊന്ന് അടുത്ത് ചെല്ലണം. അക്കരെ കടത്തേണ്ടതിനൊക്കെ അക്കരെ കടത്തിയതിന് ശേഷം, മാറ്റി വെക്കേണ്ടതിനൊക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം, യെരൂശലേമിൻ്റെ യെരൂശലേമിലേക്കുള്ള ആ കിളിവാതികൾ മാത്രം തുറന്നിട്ട് മറ്റു വാതിലുകളൊക്കെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നീ കടന്നു ചെന്ന് കഴിഞ്ഞാൽ ദൈവം നിനക്ക് വേണ്ടി സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. സിംഹത്തിൻ്റെ വായെ ദൈവം അടയ്ക്കും. ഈ വചനങ്ങൾ ആദ്യം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.